വിദേശത്ത് മെഡിക്കൽ ബിരുദം നേടിയവർക്ക് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള യോഗ്യതാ പരീക്ഷയായ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷനിൽ ഇത്തവണ തോറ്റ ആളുകളുടെ എണ്ണം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. 80% ആളുകളാണ് തോറ്റത്. പരീക്ഷ ഭൂരിഭാഗവും ചൈന, റഷ്യ, യുക്രൈൻ, കിർഗിസ്ഥാൻ, ഫിലിപ്പീൻസ്, കസാഖിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ബിരുദമെടുത്തവരുമാണ്. മതിയായ യോഗ്യതയില്ലാത്ത വിദേശ സ്ഥാപനങ്ങളിൽ പഠനം പൂർത്തിയാക്കി തിരിച്ചെത്തിയവർക്കാണ് FMGE കടുപ്പമേറിയതാകുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് നിരവധി വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിൽ ഒരു സർട്ടിഫിക്കറ്റ്, അത് ഏതെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റ് ആയിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ച് പഠിക്കാൻ പോകുന്നുണ്ട്. കുറഞ്ഞ ഫീസോ അല്ലെങ്കിൽ കൂടിയ ഫീസോ ഒക്കെ കൊടുത്താണ് പഠിക്കാൻ പോകുന്നത്. പക്ഷേ നിലവാരമില്ലാത്ത സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ പഠന രീതി പൂർത്തീകരിച്ചായിരിക്കും ഇവർ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ഇൻ മെഡിക്കൽ സയൻസ് നടത്തുന്ന ഈ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് എക്സാമിനേഷൻ ജയിച്ചാലേ ഈ വിദേശ MBBSകാർക്ക് ഇന്ത്യയിൽ രജിസ്ട്രേഷൻ ലഭിക്കുകയുള്ളൂ. മെഡിക്കൽ ബിരുദ പഠനത്തിനായി വിദേശത്തേക്ക് പോകുന്നവർക്ക് ആവർത്തിച്ചുള്ള മുന്നറിയിപ്പ് ദേശീയ മെഡിക്കൽ കമ്മീഷൻ നൽകുമ്പോഴും പഠന നിലവാരം കുറഞ്ഞ സ്ഥാപനങ്ങളിൽ ചേക്കേറുന്നവർക്കാണ് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുന്നത്. വടക്കുകിഴക്കൻ അമേരിക്കയിലെ രാജ്യമായ ബെലിസിയയിലെ 3 സ്ഥാപനങ്ങളും ഉസ്ബെക്കിസ്ഥാനിലെ ഒരു സ്ഥാപനവും കർശനമായി ഒഴിവാക്കേണ്ടതാണെന്ന് കമ്മീഷൻ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. മെക്സിക്കോ ആസ്ഥാനമായുള്ള ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശപ്രകാരമാണ് മുന്നറിയിപ്പ്. ബെലിസിയയിലെ സെൻട്രൽ അമേരിക്കൻ സയൻസസ് യൂണിവേഴ്സിറ്റി, കൊളംബസ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസസ് എന്നിവയും ഉസ്ബെക്കിസ്ഥാനിലെ ഷിച്ചിക് ബ്രാഞ്ച് ഓഫ് താഷ്കന്റ് സ്റ്റേറ്റ് മെഡിക്കൽ സർവകലാശാലയുമാണ് ഒഴിവാക്കേണ്ടതെന്ന് മുന്നറിയിപ്പുണ്ട്. ഇതിനു പുറമെ ചൈനയടക്കം വിവിധ രാജ്യങ്ങളിൽ പഠനം പൂർത്തിയാക്കിയവരാണ് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷനിൽ പരാജയപ്പെടുന്നത്. കോഴ്സിന്റെ കാലാവധി, പഠന മാധ്യമം, പാഠ്യപദ്ധതി, അധ്യയനക്രമം, ക്ലിനിക്കൽ പരീക്ഷണം, ഇന്റേൺഷിപ്പ്, ക്രമീകരണം തുടങ്ങിയവയാണ് പ്രധാന മാനദണ്ഡങ്ങൾ. 2021 നിയമം അനുശാസിക്കുന്ന യോഗ്യതയുള്ള സ്ഥാപനങ്ങൾ മാത്രം തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ദേശീയ മെഡിക്കൽ കമ്മീഷൻ മുന്നറിയിപ്പ് നൽകിയിട്ടും ഇക്കാര്യം ഒന്നും ശ്രദ്ധിക്കാതെ വിദേശ പഠനത്തിന് പോയവർക്കാണ് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുന്നത്.